ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഇന്ത്യൻ സ്റ്റോറിലോട്ടാണ് പോകുന്നത്. അങ്ങനെ കയറുമ്പോൾ തന്നെ നമുക്ക് കുറേ പാർലേജി ബിസ്ക്കറ്റ് കാണാൻ പറ്റും. അങ്ങനെ അത് കണ്ടോട്ട് നമുക്ക് അകത്ത് കയറാം. അപ്പോൾ നമ്മൾ മാസത്തിലൊരു ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 മാസത്തിലൊരു പ്രാവശ്യമൊക്കെയാണ് ഈ ഇന്ത്യൻ സ്റ്റോറിലോട്ട് വരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു സ്റ്റോറാണ്. നമ്മുടെ വീട്ടിൽ നിന്നൊരു 45-50 മിനിറ്റോളം ഉണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ നമുക്ക് പോയി കണ്ടാലോ? ദാ ഇവിടെ ചേട്ടനും അനിയത്തിയും കൂടി ഐസ്ക്രീം കുൽഫി ഭാഗത്ത് പോയി നിൽപ്പാണ്. അപ്പോൾ നാട്ടിൽ കിട്ടുന്ന കുറച്ച് ബ്രാൻഡ്സിൻ്റെ ഐസ്ക്രീമൊക്കെ ഇവിടെ കിട്ടാറുണ്ട് കേട്ടോ. ഇത് നാട്ടിൽ കഴിച്ച ജിലേബിൻ്റെ ഓർമ്മയാണ് ആൾക്ക്. അപ്പോൾ വേഗം ജിലേബി വേണം എന്നും പറഞ്ഞ് ഓടി വന്നതാണ്. എന്താണത്? സ്വീറ്റ്സ്, സ്ട്രോബെറി, ആപ്പിൾ. It's made of sweets. ഈ ഒരു ഏരിയയിൽ കുറേ വെറൈറ്റി സ്വീറ്റ്സ് ഉണ്ട്. അതുപോലെ പനീർ, മിൽക്ക് പ്രൊഡക്ട്സ്, അതായത് പനീറായാലും ബട്ടർ, പിന്നെ ഇതവിടെ ദോശൻ്റെ മാവ് ഇരിപ്പുണ്ട്, ദോശ ഇഡ്ഡലി മാവ്, മോരാണത്. പിന്നെ അതുപോലെ തൈരും എല്ലാം കിട്ടും. അയ്യോ, വല്ലാത്ത പേരാണല്ലോ. ചീസി സ്പ്രെഡ്, പനീർ. ഇവിടെ അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടാറുണ്ട്. പിന്നെ നാട്ടിൽ കിട്ടുന്ന കുറേ വെജിറ്റബിൾസും അതുപോലെ നമ്മുടെ നാട്ടിലെ ചക്ക വരെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ചില സമയങ്ങളിൽ മുരിങ്ങ ഇല കിട്ടാറുണ്ട് എനിക്ക് ചിലപ്പോൾ. ഇവിടെ ഈ പ്രാവശ്യം പോയപ്പോൾ സപ്പോട്ട ഉണ്ടായിരുന്നു. പിന്നെ പൊമഗ്രാനൈറ്റ് എല്ലാവിടെയും കിട്ടുന്നതാണ്, ഈ സ്റ്റോറിലല്ലാതെ പുറത്തും കിട്ടും. പിന്നെ കിട്ടുന്നത് മുരിങ്ങ ഇലയും ഇതുപോലെ എല്ലാ ഇന്ത്യൻ സ്റ്റോറിലും ഉണ്ടാവില്ല, ചില ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടും. പിന്നെ ഇത് പേരയ്ക്ക, അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിൽ കൊയ്യാക്ക എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ ചിലയിടത്ത് പേരയ്ക്ക എന്നാണ് പറയുക എന്ന് തോന്നുന്നു. അപ്പോൾ അതും കിട്ടാറുണ്ട്. ഈ ഒരു കുഞ്ഞ് പീസ് ചക്കയ്ക്ക് പൊന്നിൻ്റെ വിലയാണ് കേട്ടോ. എല്ലാവിടെയും കിട്ടുമില്ല. കൊറിയൻ സ്റ്റോറിലും അതുപോലെ ഇന്ത്യൻ സ്റ്റോറിലും ആണ് കിട്ടാറ്. പിന്നെ അതവിടെ പുളിയുണ്ട്, പിന്നെ അവരയ്ക്ക, വെള്ളരിക്ക, പിന്നെ എന്താ കുഞ്ഞു മാങ്ങ, അങ്ങനെയൊക്കെ. ബനാന ഫ്ലവേഴ്സ്, വാഴൻ്റെ കൂമ്പ്. തക്കാളി, ചേമ്പ്, ഉള്ളി, നമ്മുടെ വാഴയ്ക്ക, എല്ലാ സാധനങ്ങളുണ്ട്. തക്കാളിക്ക് എത്ര വില? തക്കാളി $179 ഒരു പൗണ്ട്. ഉരുളക്കിഴങ്ങ് $299. അത് $299 ഒരു ബാഗിനാണ്, 5 പൗണ്ടിൻ്റെ ബാഗിന്. തേങ്ങയുണ്ട്, തേങ്ങ $249 ആണ് ഒരു തേങ്ങയ്ക്ക്. അതായത് ഏകദേശം 160, ഏകദേശം ഒരു 200-210 രൂപ ഒരു തേങ്ങയ്ക്ക്. വാഴയില, ഇളനീര് എല്ലാം ഇരിപ്പുണ്ട്. ഗ്രീൻ ഇളനീര് ഒരെണ്ണത്തിന് $5 ഉള്ളൂ. $5 ഇത്രയും കുഞ്ഞ് ഇളനീരിന് $5. ഇവിടെ കടല ഇരിപ്പുണ്ട്, അത് പച്ചക്കടലയാണ്. അതുപോലെ തന്നെ നമ്മൾ പോയത് പൊങ്കലിൻ്റെ തൊട്ട് മുന്നേ ഉള്ള വീക്കായത് കൊണ്ട് ആണ് ഈ ഇലയൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. എപ്പോഴും ഇല ഉണ്ടാവില്ല. പിന്നെ അതുപോലെ കരിമ്പൊക്കെ കണ്ടോ, കരിമ്പ് എപ്പോഴും കാണാറില്ല, അതുപോലെ സീസൺ സമയത്ത് ഉണ്ടാകുന്നതാണ്. പിന്നെ അതുപോലെ പൊരി ഒക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഹോർലിക്സും ബൂസ്റ്റ്, അതുപോലെ പാൽപ്പൊടി, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിർലാക്ക് കിട്ടും കേട്ടോ, ഈ കടയിലാണ് കിട്ടാറുള്ളത്. ചായപ്പൊടി, ഇവിടെ നാട്ടിൽ കിട്ടുന്ന ഏതാണ്ടുള്ള എല്ലാ ചായപ്പൊടിയുടെ ബ്രാൻഡ്സും ഉണ്ട്. അതുപോലെ താജ്മഹൽ ആണെങ്കിലും 3 റോസസ് ഉണ്ട്, റെഡ് ലേബൽ ഉണ്ട്, അങ്ങനത്തെ എല്ലാം ഇവിടെ കിട്ടാറുണ്ട്. ഇത് ഫ്രോസൺ ഫുഡുകളുടെ സെക്ഷനാണ്. പനീർ കറി ഇരിപ്പുണ്ട്, ഹൽദിറാംസിൻ്റെ, വടിലാലിൻ്റെ, സമോസകൾ പാക്കറ്റിൽ കുറേ സമോസകൾ. കേരള ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട്. ഇടിയപ്പം, ഡെയിലി ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. പാറയിൽ എക്സ്പോർട്സിൻ്റെ ഇടിയപ്പം, കട്ട്ലറ്റ്, പുട്ട്, റെഡിമെയ്ഡ് പുട്ടിരിപ്പുണ്ട്. ഇത് ഫ്രോസൺ വെജിറ്റബിൾസിൻ്റെ സെക്ഷനാണ്. നമ്മൾ വാങ്ങുന്ന ഒരുപാട് സാധനങ്ങളിവിടെ ഉണ്ട്.
ഫ്രോസൺ വെജിറ്റബിൾസിൽ തന്നെ സാമ്പാർ മിക്സ് ഇരിപ്പുണ്ട്, അതുപോലെ ചക്ക, പച്ച ചക്കയുണ്ട്, പിന്നെന്താ ഉള്ളത്, ഉള്ളിയുണ്ട്, ചെറിയ ഉള്ളി. ഇവിടെ അതുപോലെ തുവരയ്ക്കയുണ്ട്, അതുപോലെ ഇത് ഷ്രെഡഡ് കോക്കനട്ട്, അതായത് തേങ്ങ ചിരവിയത് ഫ്രീസ് ചെയ്ത് ഫ്രോസൺ ആയിട്ടുള്ള സാധനമുണ്ട്. അതുപോലെ കോഴിക്കോട് ഡെലിക്കസീസ് എന്ന് പറയുന്ന ബ്രാൻഡുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് എന്നുള്ളൊരു ബ്രാൻഡും ഉണ്ട്, പാലക്കാട്സ് ഗ്രേറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡും ഉണ്ട്. ഇത് ചപ്പാത്തി, പൊറോട്ട, പറാട്ട അങ്ങനത്തെ സാധനങ്ങളുടെ ഏരിയ ആണ്. അതിൽ ഡെയിലി ഡിലൈറ്റിൻ്റെ മലബാർ പൊറോട്ടയുണ്ട്, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ പറാട്ടാസും കൊള്ളാം. അതിൽ തന്നെ പറാട്ടയിൽ മിക്സഡ് വെജിറ്റബിൾ പറാട്ടയുണ്ട്, അതും കൊള്ളാം. ഇപ്പോൾ ആശീർവാദിൻ്റെ ബ്രാൻഡും വന്നിട്ടുണ്ട്, അതും കൊള്ളാവുന്നൊരു സാധനമാണ്. പിന്നെ ഹൽദിറാമും ആണ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ്. പിന്നെ ഇവിടെ ആണെങ്കിൽ അരി, അതുപോലെ തന്നെ അരിയുടെ മട്ട അരി കിട്ടാറുണ്ട്. ഇവിടെ പാലക്കാടൻ മട്ട അരി കിട്ടാറുണ്ട്. പിന്നെ പൊന്നി അരി, അതുപോലെ മസൂരി അരി, പിന്നെ ബസ്മതി പറഞ്ഞ പോലെ എല്ലാ അരികളും ഒട്ടുമിക്കതും കിട്ടാറുണ്ട്. ഇവിടെ ആണെങ്കിൽ 24 മന്ത്രയുടെ ഓർഗാനിക് സാധനങ്ങളൊക്കെയാണ്. അതിൽ കടല, അതുപോലെ ചന്നാദാൽ, കടലപ്പരിപ്പ്, പിന്നെ ഉഴുന്നുപരിപ്പ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഈ ഒരു ഷെൽഫിൽ ഇരിപ്പുണ്ട്. ഇവിടെ ഈ പൊടികളുടെ ഒരു ഏരിയ ആണ്. അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി പറഞ്ഞ പോലത്തെ പൊടികൾ, അതുപോലെ കടുക്, പിന്നെ ഹോൾ സ്പൈസസ് ആയിട്ടുള്ള ബേ ലീഫ് അങ്ങനത്തെ അതും, അതുപോലെ ഗരം മസാല, അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഈ ഒരു ഏരിയയിലുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ ആണെങ്കിൽ ഇവിടെ റവ, അതുപോലെ സൂചി ഗോതമ്പ്, പിന്നെ സാബുധനിയ, റാഗിയുടെ പൊടി, അതുപോലെ എന്താ പറയുക, കടലപ്പൊടി, അങ്ങനത്തെ കുറേ സാധനങ്ങളാണ്. പിന്നെ ഇവിടെ ഒരു വലിയ പിക്കിളിൻ്റെ കുറേ വെറൈറ്റി പിക്കിൾസ് ഉണ്ട് കേട്ടോ. പിന്നെ എന്താണ്, ഇത് എണ്ണകളുടെ സെഷനാണ്. നമ്മുടെ ഇതേം നല്ലെണ്ണ ഇവിടെ കിട്ടാറുണ്ട്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ മാഗിയുടെ കെച്ചപ്പാണ്. ഇത് ഈ ഒരു ഇന്ത്യൻ സ്റ്റോറിൽ മാത്രമേ കിട്ടാറുള്ളൂ. പിന്നെ സ്നാക്സിൻ്റെ ഒരു എല്ലാ ടൈപ്പ് ബ്രാൻഡും ഉണ്ട്. അതായത് നമ്മുടെ കേരള ചിപ്സും കിട്ടും, അതുപോലെ തമിഴ്നാട് ബ്രാൻഡഡും കിട്ടും. ഇത് ഒരു ആനന്ദ് പറഞ്ഞൊരു ബ്രാൻഡാണ്. പിന്നെ അമ്മ ബ്രാൻഡിൻ്റെ കുറേ സാധനങ്ങൾ കിട്ടാറുണ്ട്. ഇതിപ്പോൾ മൊത്തം സൗത്തും നോർത്തും പറഞ്ഞ പോലത്തെ കുറേ ടൈപ്പ് സ്നാക്സ് ഇവിടെ കിട്ടാറുണ്ട്. ഇത് ഇതയം ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. കുറേ സാധനങ്ങൾ ഇതയം ബ്രാൻഡിൻ്റെ കാണാറുണ്ട്. പിന്നെ അതുപോലെ നാട്ടിലെ കുറേ ബ്രാൻഡഡ് ബിസ്ക്കറ്റ്സ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഇവിടെ മാത്രമേ ഈ പറയുന്ന പോലെ മേരി ഗോൾഡൊക്കെ കിട്ടാറുള്ളൂ. പിന്നെ 50-50 നമ്മുടെ നൊസ്റ്റയാണ് ആക്ച്വലി. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കഴിച്ച കുറേ സാധനങ്ങൾ. അതേപോലെ ലിറ്റിൽ ഹാർട്ടൊക്കെ നല്ല ഓർമ്മ വരുന്ന സാധനങ്ങളാണ്. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അത്. അങ്ങനെ പിന്നെ എന്തുവാ, ഗുഡ് ഡേ ബിസ്ക്കറ്റൊക്കെ ഇന്ത്യൻ സ്റ്റോറിൽ മാത്രം കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ബിസ്ക്കറ്റുകളുടെ ഏരിയ. ബിസ്ക്കറ്റും റസ്കും ആണ് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ വലിയൊരു ഇന്ത്യൻ സ്റ്റോറാണ്. നമ്മൾ പുറത്തിറങ്ങി. എന്തിനാണ് കരിമ്പ് കഴിക്കാൻ? വാടാ പോവാ, കമോൺ. അതങ്ങനെയാണല്ലോ. ഒരാൾക്ക് കരിമ്പ് വേണം, ഒരാൾക്ക് ചക്ക വേണം. എന്തൊക്കെയാ വാങ്ങിച്ചിരിക്കുന്നത് നോക്കട്ടെ. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ. ബുദ്ധിപൂർവ്വം ഇന്ത്യൻ സ്റ്റോറി വരികയില്ല. വന്ന് കഴിഞ്ഞ തീർന്നു. അതാണ്, വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു കെട്ടിന് സ്ഥാനം മാറ്റിയാൽ പോകത്തുള്ളൂ. അതെ, വാങ്ങിക്കൂട്ടെന്ന് പറഞ്ഞാൽ ഒരുപാടില്ല, അതെ. ഇപ്പം എത്ര ഡോളറായി? 145. അതെ, $145. ഓക്കെ. അതിൽ ഒരു ആവശ്യമില്ലാത്ത രണ്ട് സാധനമാണ്. ഇതൊന്നും ഇവിടെ ഒരു ചക്ക ഒന്നുണ്ട്. ഈ സ്വീറ്റ്സ് എന്തിനാണ് വാങ്ങിച്ചത്? ഇരിക്കട്ടെ. ഓക്കെ, ലെറ്റ്സ് ഗോ.